എല്ലാവർക്കും ദേവി കൃപ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് സവാളവടയാണ്, അതായത് ഉള്ളിവട എന്ന് പറയും. അപ്പോൾ ഈ സവാളവട എത്രയും പെട്ടെന്ന് എങ്ങനെ ഉണ്ടാക്കാന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോവാം. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഉള്ളിവടയാണ് കേട്ടോ. അപ്പോൾ ഞാൻ കാണിച്ചു തരാം. ഈ ഒരു ചോപ്പറിൽ, വലിയൊരു ചോപ്പർ, ഫുഡ് പ്രോസസ്സറിന്റെ ചോപ്പറാണ് കേട്ടോ. അതിൽ ഞാൻ ഒരു 4 ഇത്തിരി നല്ല വലിയ സവാള എടുത്തിട്ടുണ്ട്. പിന്നെ എന്താ നിങ്ങൾക്ക് കാണാൻ പറ്റുമായിരിക്കും, ഒരു ഇത്തിരി ഇഞ്ചി എടുത്തിട്ടുണ്ട്. ഇതേ പച്ചമുളക് കേട്ടോ, 2 പച്ചമുളക് എടുത്തിട്ടുള്ളൂ. ഇത്രയും ഞാൻ ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പൊ ബാക്കി നിങ്ങളെ കാണിക്കാം കേട്ടോ. എന്നിട്ട് ഞാനിവിടെ ഒരു പാത്രം വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ഇത് ഇടുകയാണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് എല്ലാം ചെയ്യുമ്പോ കാണിച്ചു തരാം അപ്പൊ നമുക്ക് അത്രയും, അല്ലെങ്കിൽ ഉള്ളി തൊലി കളഞ്ഞ് അത് കട്ട് ചെയ്യണതും ഒന്നും കാണിക്കാണ്ടിരിക്കണത് വീഡിയോ അത്രയും ലെങ്തി ആവണ്ടെന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പൊ ഇത് ശരിക്കും ഉള്ളിവടയ്ക്ക് എല്ലാവരും ഹോട്ടലുകളിലൊക്കെ വലിയ നീളത്തിലായിരിക്കും വരിക. പക്ഷെ എനിക്കെന്തോ അതത്ര വലിയ, ഇവിടെ എനിക്ക് മാത്രല്ല എന്റെ വീട്ടിൽ അതത്ര വലിയ ഇഷ്ടമില്ലാത്ത കാര്യമാണ് വലുതായിട്ട് അരിയണത് കേട്ടോ. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെറിയ ചോപ്പറിൽ ചെറുതായിട്ട് അരിഞ്ഞത് കേട്ടോ. അപ്പൊ അതെ, അതിൽ ഞാൻ കുറച്ച് മുളക് പൊടിയല്ല, മഞ്ഞൾപ്പൊടി ഇട്ടു. ഇനി ഞാൻ പറഞ്ഞില്ലേ 2 പച്ചമുളകും ഇഞ്ചിയും ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ കുറച്ച് മുളക് പൊടി ഇടുകയാണ് കേട്ടോ. ഒരു നോക്കാം, ഒന്ന് എരിവ് നോക്കിയിട്ട് ഒരു 2-2.5 സ്പൂണോളം മുളക് പൊടി ഇട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഇടുന്നത് നിങ്ങളെ കാണിക്കാം കേട്ടോ. ഇത് ഞാൻ മൈദ എടുത്ത് വെച്ചിട്ടുണ്ട്. മൈദ ഒരു 2 സ്പൂൺ ഇട്ടിട്ടുണ്ട് കേട്ടോ, ഒരു 2.5 സ്പൂൺ ഇട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ ഇടുന്നത് കുറച്ച് അരിപ്പൊടി, കുറച്ച് ഇടുന്നുള്ളൂ കേട്ടോ. അരിപ്പൊടി ഇത്രയാണ് ഞാൻ ഇതിലേക്ക് ഇട്ടേക്കണത്. ഇനി ഞാനിതൊന്ന്, മെയിനായിട്ടുള്ള കാര്യം മറന്നുപോയി, ഉപ്പും ഇടണം കേട്ടോ. അപ്പോൾ ഏകദേശം ഒരു കണക്കിന് ഉപ്പിടുക, കുറയാനും പാടില്ലല്ലോ. ഉപ്പിട്ടിട്ട് ഇനി ഇത് നമ്മൾ സ്പൂൺ കൊണ്ടല്ല കേട്ടോ, കൈ കൊണ്ട് തന്നെ ഇത് ഒന്ന് കുഴച്ചെടുക്കണം. അപ്പൊ ഞാൻ അതൊന്ന് ചെയ്യട്ടെ. ഞാൻ കൈയൊന്ന് കഴിക്കുക. ഓക്കെ, അപ്പൊ ഞാനിത് ഒന്ന് നന്നായിട്ട് ഇങ്ങനെ ചെയ്യാണ് കേട്ടോ. അതായത് കൈകൊണ്ട് ഇങ്ങനെ, ഇത് കൈകൊണ്ട് തന്നെ പറ്റുള്ളൂ നമുക്ക്. നന്നായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്യാം. അപ്പൊ നമുക്കിത് ചിലവർ ആദ്യം ഉപ്പൊക്കെ ഇട്ട് വെക്കും. ഞാൻ അങ്ങനെ ചെയ്യാറില്ല. ഞാൻ നോക്കിയിട്ട് അത് അങ്ങനെ ചെയ്തിട്ടൊന്നും വലിയ വ്യത്യാസമൊന്നുമില്ല. അതുകൊണ്ട് ഞാനിത് അപ്പൊ തന്നെ, ചിലര് ഉപ്പ് വെച്ച് ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞിട്ട് ഒക്കെയാണ് ഉണ്ടാക്കുക. ഞാൻ സഡൻ ആയിട്ട് ഉണ്ടാക്കുക കേട്ടോ. അപ്പൊ ഞാൻ ഒരു കാര്യം കൂടി മറന്നുപോയി പറയാൻ. ഞാൻ കുറച്ച് മല്ലിയിലയും കൂടി ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇടട്ടെ കേട്ടോ. അപ്പൊ മല്ലിയില കുറച്ച് ചോപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ അതും കൂടി ഞാൻ ഇടുകയാണ് കേട്ടോ ഇതിന്റെ കൂടെ. അപ്പോ അതും കൂടി ഇട്ടിട്ട് ഒന്ന് നോക്കട്ടെ. ഇത് എനിക്ക് ഇത്തിരി രണ്ടും, അതായത് കുറച്ച് മൈദപ്പൊടി കുറച്ച് അരിപ്പൊടിയും കൂടി ഇടുന്നുണ്ട് ഞാൻ. എനിക്ക് കുഴച്ചപ്പോൾ അത് അത്ര അങ്ങോട്ട് പോരാൻ തോന്നിട്ടോ. അതുകൊണ്ടാണ് ഞാനൊരു 4 വലിയ സവാളയോളം എടുത്തിട്ടുണ്ട്. ഇപ്പൊ അത് ഞാൻ നേരത്തെ ഇട്ടത് അരിപ്പൊടി, ഇത് മൈദപ്പൊടി കേട്ടോ. അപ്പൊ അത് നമുക്ക് ഉരുട്ടുമ്പോ അറിയാം, നമുക്ക് കിട്ടണം കയ്യിൽ ഇങ്ങനെ ഉരുട്ടിയെടുക്കുമ്പോഴേ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുറച്ചും കൂടി ഇട്ടത്. നമുക്ക് ഇത് അപ്പോൾ ഒരു മിനിറ്റ് കേട്ടോ, ഞാനൊന്ന് നോക്കട്ടെ. ഉപ്പ് ഒരു പീസ് സവാള എടുത്ത് നോക്കിയാൽ മതി. ഇവിടെ തന്നെ ഉപ്പിന്റെ ഭരണി വെച്ചിട്ടുണ്ട്. അപ്പൊ ഉപ്പ് അവിടെ നിന്ന് എടുത്തിട്ടു കേട്ടോ. കണ്ടില്ലേ നിങ്ങള്? ഇങ്ങനെ ഉരുട്ടിയെടുക്കുക. ഉരുട്ടിയല്ല, ഇങ്ങനെ കുഴച്ചെടുത്തിട്ട് ഇപ്പൊ എനിക്ക് ഉരുട്ടിയെടുക്കാൻ പറ്റുന്ന പാകത്തിനായി കേട്ടോ. കാണിച്ചു തരാം ഞാൻ നിങ്ങൾക്ക്. അപ്പൊ കറക്റ്റ് ആ ഒരു പ്രപ്പോർഷൻ ആയിട്ടുണ്ട്. കാരണം ഇത് വെളിച്ചെണ്ണയിൽ ഇടുമ്പോ വിട്ടു പോവാൻ പാടില്ലല്ലോ. അതുകൊണ്ടാണ് ഈ മൈദയും ഇതൊക്കെ നമ്മള് മൈദയും അരിപ്പൊടിയൊക്കെ ഇടുന്ന. അരിപ്പൊടി കുറച്ച് ക്രിസ്പായിട്ടിരിക്കാൻ കേട്ടോ. കണ്ടില്ലേ? അപ്പൊ നമുക്ക് ഉരുട്ടിയെടുക്കാം. കണ്ടില്ലേ? ഇത് കയ്യിൽ കുറച്ച് ആവും, പക്ഷെ നമുക്ക് കൈ കഴുകിയിട്ട് നമുക്കിത് ഉരുട്ടിയെടുത്താൽ മതി. കണ്ടല്ലോ? അപ്പൊ ഞാനിനി ഒരു പാൻ വെക്കട്ടെ കേട്ടോ. ഇപ്പൊ എല്ലാം ഓൾമോസ്റ്റ് റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. അപ്പൊ ഞാനിവിടെ കണ്ടില്ലേ, ഒരു സ്ട്രെയിനറിൽ ടിഷ്യൂ പേപ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ഒരു കടായി
ഒരു അയണിന്റെ ഒരു കടായി വെച്ചിട്ടുണ്ട്. അപ്പൊ ഗ്യാസ് ഓൺ ചെയ്യാണ്. എന്നിട്ട് നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല് ഇത് ചൂടാവട്ടെ. കുറച്ച് കഴുകിയിട്ട് കുറച്ച് വെള്ളമുണ്ട്, അപ്പൊ അത് ഒരു ടവലെടുത്ത് തുടച്ചു കടായില്. എന്നിട്ട് ഇതിപ്പോ ഞാൻ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ, കാരണം ഇത് ഉരുട്ടി കിട്ടിയില്ലെങ്കിൽ കയ്യിൽ ഇത്തിരി വെള്ളം തൊട്ട് ഉരുട്ടേണ്ടി വരും, അതിന് വേണ്ടിയിട്ടാണ്. അപ്പൊ നിങ്ങൾക്കിപ്പോ കാണാൻ ക്യാമറയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ഞാൻ അത് തുടച്ചത് കൊണ്ട് ഞാൻ ഒരു വെളിച്ചെണ്ണ ഒഴിക്കുകയാണ്. ഞാൻ മിക്കവാറും ഇവിടെ ഞാൻ വീട്ടിൽ വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാറ് കേട്ടോ. ഞാൻ ഗോബി മഞ്ചൂരിയൻ അങ്ങനെയുള്ള ചൈനീസ് സാധനങ്ങൾ ഉണ്ടാക്കുമ്പോൾ മാത്രമേ ഞാൻ സൺഫ്ലവർ ഓയിൽ അത് ഞാൻ ഒരു 1/2 കിലോ വാങ്ങിച്ചു വെച്ചിട്ട് യൂസ് ചെയ്യാറില്ല. വെളിച്ചെണ്ണ തന്നെ യൂസ് ചെയ്യാറ് കേട്ടോ, അപ്പോഴാണ് ടേസ്റ്റ്. നിങ്ങൾക്ക് എന്താ യൂസ് ചെയ്യാന്ന് വെച്ചാൽ അത് യൂസ് ചെയ്തോളൂ, ഞാൻ പറഞ്ഞു എന്നേ ഉള്ളൂ. അപ്പൊ അതെ, ഞാൻ കുറച്ച് വെളിച്ചെണ്ണ കടായിലേക്ക് ഒഴിച്ചിട്ടുണ്ട്, മതിയാവും. അപ്പൊ എന്നിട്ട് ഞാൻ വലുതല്ല കേട്ടോ ഞാൻ ഉണ്ടാക്കണത്. ഇത് കണ്ടില്ലേ, ടിഷ്യൂ പേപ്പർ ഇട്ടിട്ട് വെച്ചിട്ടുണ്ട്. ഞാൻ ചെറിയ ഇതാണ് എന്താ പറയാ, ഉള്ളിവടയാണ് ഉണ്ടാക്കണേ കേട്ടോ. അപ്പൊ ഓൾമോസ്റ്റ് ഇതൊന്ന് എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ആ നേരം കൊണ്ട് ഞാൻ ഇതെല്ലാം ഒന്ന് ഉരുട്ടി എടുക്കാം. അപ്പൊ നമുക്ക് ഇട്ടാൽ മതിയല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ഇതൊന്ന് ഉരുട്ടിയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പോഴേക്കും വെളിച്ചെണ്ണ ചൂടാവും. ഓക്കെ, വെളിച്ചെണ്ണ ചൂടായിട്ടോ. അപ്പൊ ഞാൻ കുറച്ചിതാ ഇങ്ങനെ ഒരു പാത്രത്തിൽ ഞാൻ കുറച്ച് ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പൊ അത് വെളിച്ചെണ്ണയിൽ ഇട്ട് കൊടുക്കുക കേട്ടോ. അപ്പൊ തീച്ച് മറിച്ചിട്ട് കൊടുത്താൽ മതി. ഒരു സൈഡ് ആവുമ്പോ ഞാനിപ്പോ ഒരു 5-6 ഇട്ടിട്ടുണ്ട് കേട്ടോ. വേണമെങ്കിൽ കുറച്ചും കൂടി ഇടാം, പക്ഷെ അങ്ങനെ 6 ഇട്ടത്. അപ്പം ഇത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാം. പക്ഷെ ഹോട്ടലിലൊക്കെ എന്ന് പറയുമ്പോൾ ഇത് വലിയ ഉള്ളി വലുതായിട്ട് കട്ട് ചെയ്തിട്ടാണ്, ഞാൻ ചെറുതായിട്ടാണ്, അത്രേ ഉള്ളൂ വ്യത്യാസം. അപ്പൊ നമുക്ക് ഇതായ ശേഷം നമുക്കിത് ഒന്ന് ഇപ്പൊ ഞാൻ ഇതെല്ലാം ജോയിൻ ചെയ്യാണ്ട് മുട്ടി കിടക്കുന്നുണ്ട്. അപ്പൊ അതൊന്ന് നീക്കിയിട്ട് കൊടുക്കാം. അടിയിൽ ഒരു സൈഡ് ഉള്ളിയായതുകൊണ്ട് പെട്ടെന്ന് നല്ല വെളിച്ചെണ്ണയിൽ നിറച്ചൊഴിച്ചതുകൊണ്ട് പെട്ടെന്നാവും. ഇതിങ്ങനെ ഇപ്പൊ സിമ്മിലിടുക കേട്ടോ. ഞാൻ ആദ്യം കുറച്ച് കൂട്ടി വെച്ചിട്ടുണ്ട്, ഇപ്പൊ സിമ്മിലിട്ടിട്ട് എടുക്കാം. അപ്പൊ ഇതായിട്ട് നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഒരു സൈഡ് ആയി. അപ്പൊ ഞാൻ അത് തിരിച്ചിട്ടു. മറ്റേ സൈഡും കൂടി ആയിട്ട് സിമ്മിൽ തന്നെ വെച്ചാൽ മതി, കാരണം പെട്ടെന്ന് കരിയാനും ചാൻസ് ഉണ്ട് കേട്ടോ. അപ്പൊ അതുകൊണ്ട് സിമ്മിൽ വെച്ചെടുത്താൽ മതി, പെട്ടെന്നാവും ഇത്, ഉള്ളിയില്ലേ. അപ്പൊ ഇത് ഞാൻ ഒരു കാര്യം ചെയ്യാം, ചെറിയ ട്രിപ്പ് എടുക്കാം. കണ്ടില്ലേ, എളുപ്പം ഉണ്ടാക്കാൻ പറ്റും ഈ സവാള വട എന്ന് പറയുന്നത്. നമുക്ക് കണ്ടില്ലേ, ഇതെന്താന്ന് വെച്ചാൽ ഞാൻ ഇതുകൊണ്ട് തന്നെ എടുക്കാത്തത്. ഞാൻ പാൻ ഈ കടായി ഒന്ന് മാറി, കുഴിയുള്ള കടായി എല്ലാം എടുത്തത്. പിന്നെ എടുത്ത ശേഷം ഞാൻ വിചാരിച്ചത് മാറിപ്പോയില്ലെന്ന്. പിന്നെ ഞാൻ വിചാരിച്ചു വേണ്ടെങ്കിൽ തന്നെ ഉണ്ടാക്കാന്ന് കേട്ടോ. അപ്പൊ കണ്ടില്ലേ, ഒരു ട്രിപ്പ് കഴിഞ്ഞു. ഇനി ഒരു ട്രിപ്പും കൂടി ഇടാം നമുക്ക്. എന്നിട്ട് ഞാൻ നിങ്ങളെല്ലാം ഉണ്ടാക്കിയ ശേഷം കാണിച്ചു തരാം കേട്ടോ. ഇത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം. ആരെങ്കിലും ഗസ്റ്റ് വന്നാലും നമുക്ക് വീട്ടിലെപ്പോഴും ഉള്ളി ഉണ്ടാവും. പിന്നെ കുറച്ച് മൈദയും കുറച്ച് അരിപ്പൊടി അതുണ്ടെങ്കിൽ മല്ലിയില അല്ലെങ്കിൽ കരിവേപ്പില ഇടാട്ടോ. ഞാൻ എന്തെങ്കിലും മല്ലിയില ഉണ്ടായിരുന്നതുകൊണ്ട് ഇട്ടതാണ്. കരിവേപ്പില ആണെങ്കിൽ കുഴപ്പമില്ല. ഞാനിപ്പോ ഇത്രയും ഒരു 4-5 സവാളയ്ക്ക് ഞാൻ ഇട്ടേക്കണത് 2 പച്ചമുളക്, കാരണം നമ്മൾ മുളക് പൊടി ഓൾറെഡി ഇട്ടിട്ടുണ്ടല്ലോ. 2 പച്ചമുളകും ഇഞ്ചി. ഓക്കെ, അപ്പൊ ഇതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, അപ്പൊ അതേ അടുത്തത് തിരിച്ചിടുക കേട്ടോ. ഒരു സൈഡ് ആയിട്ടിട്ട് അപ്പൊ മറ്റേ സൈഡ് തിരിച്ചിടാം. അടിയില്ലേ, പതുക്കെ തിരിച്ചിട്ട് കൊടുക്കുക. ഒട്ടില്ല, കാരണം ഓൾറെഡി ഈ മൈദയും അരിപ്പൊടിയും കൂടി അതിനെ ജോയിൻ ചെയ്ത് ഒരു നന്നായിട്ട് പിടിച്ചിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒട്ടാൻ ചാൻസ് ഇല്ല. ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കുക. അപ്പൊ നമുക്ക് ഉള്ളിവട എത്രയും പെട്ടെന്ന് ഉണ്ടാക്കാം. വളരെ ടേസ്റ്റിയാണ്. വൈകുന്നേരത്തെ സ്നാക്സിന്റെ കൂടെ. അപ്പൊ ഹസ്ബൻഡ് ഇപ്പൊ ഓഫീസിൽ നിന്ന് ഇപ്പൊ എത്തും. അപ്പൊ വരുന്നതിന് മുമ്പ് ഞാൻ പുറപ്പെട്ടു എന്ന് പറഞ്ഞു. അപ്പൊ വരുന്നതിന് മുമ്പ് ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു. അതുകൊണ്ടാണ് ഇതിപ്പോ വൈകുന്നേരമാണ് ഉണ്ടാക്കുന്നത്. ഓക്കെ, അപ്പൊ ഇതായി കഴിഞ്ഞാൽ നമുക്ക് എടുക്കാം. ഇതൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ
ഞാൻ ഇത് രണ്ടെണ്ണം ഉപയോഗിക്കണത് എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞില്ലേ, ഇപ്പൊ ഇതുകൊണ്ട് എടുക്കും, ഇത് പുളിയാത്തതാണ്. അപ്പൊ ഇതൊന്ന് തട്ടിക്കൊടുക്കണം. കണ്ടില്ലേ, അതും എടുത്തു. ഇതൊന്നും കൂടി ആവണം, അതവിടെ കിടക്കട്ടെ. അപ്പൊ ഞാൻ ഇനി എല്ലാം ഉണ്ടാക്കിയിട്ട് നിങ്ങളെ കാണിക്കാം. അപ്പൊ രണ്ടാമത്തെ ട്രിപ്പ് കൊടുത്തു, ഇത് മൂന്നാമത്തെ ട്രിപ്പ് കേട്ടോ. മൂന്നാമത്തെയും കൂടി ഇട്ട് തന്നെ അതോടെ. അപ്പൊ എനിക്കൊരു 10-20 എണ്ണം കാണും തോന്നുന്നു. ഞാൻ കറക്റ്റ് എണ്ണി നോക്കിയില്ല. ഇത് ഞാൻ കൂടുതലുള്ളതുകൊണ്ട് ഈ ട്രിപ്പിൽ തന്നെ ഇടാന്ന് വിചാരിച്ചു. ഫൈനലി ഇതായിട്ട് ഞാൻ നിങ്ങളെ കാണിക്കാം. ഓക്കെ, ഇതേ മൂന്നാമത്തെ ട്രിപ്പാണ്. അപ്പോൾ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, യങ്ങർ ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ ഇടാൻ പേടിയുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലെ ഒരു പക്കട് വെച്ചിട്ട് തിരിച്ചിട്ടാൽ മതി. കണ്ടില്ലേ, അങ്ങനെയും ഇടാം. നമ്മളിത് കുക്കിംഗ് ഒക്കെ പ്രാക്ടീസ് ചെയ്തുകൊണ്ട് നമുക്ക് ഇതിൽ ഇങ്ങനെ ഇടാൻ കുഴപ്പമില്ല. പക്ഷെ കുട്ടികളാണ് ഉണ്ടാക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ അത് തിരിച്ചിടാം, കൈ കൊള്ളില്ല, പക്കട് പിടിച്ച് തിരിച്ചിടാം. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നേ ഉള്ളൂ. ഇതൊരു ചെറുത്ത് കിട്ടിയെന്ന് മാത്രം. ഇതിപ്പോ 21 എണ്ണം ഉണ്ട് കേട്ടോ ടോട്ടൽ. ഇതാ ഇത് ചെറുത്ത്. ഞാനും ഹസ്ബൻഡും മോനും പിന്നെ മദറിലോ ഉണ്ട്. അങ്ങനെ ഞങ്ങൾ 4 പേരുണ്ട്. അപ്പൊ ഞങ്ങൾക്ക് വൈകുന്നേരത്തെ സ്നാക്സിന് നല്ലോണം ഉണ്ട്, ബാക്കിയും വരും. അത്രയും ഉണ്ടാക്കിയിട്ടുള്ളൂ ഞാൻ. അതുകൊണ്ടാണ് ഞാൻ 4 സവാള എടുത്തു. 5 സവാള എടുത്തു. ഒരുവിധം വലിയ സവാള ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇത്രയുള്ള സവാളയാണ് കേട്ടോ എടുത്തത്. ഒരു 5 സവാള എടുത്തു. ഞാൻ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി പറഞ്ഞു തന്നതാണ്. അപ്പൊ നിങ്ങളുടെ വീട്ടിൽ എത്രയാന്ന് വെച്ചാൽ അതനുസരിച്ചിട്ട് നിങ്ങൾ എടുത്താൽ മതി. അപ്പൊ ഇത് കുറച്ച് ക്രിസ്പായിട്ടിരിക്കുന്നതാണെങ്കിൽ കുറച്ച് ഫ്രൈ ചെയ്യണതാട്ടോ. ഇവിടെ എല്ലാം ടേസ്റ്റ് അതാണ്. അതുകൊണ്ട് ഞാൻ കുറച്ച് ക്രിസ്പായിട്ട് കുറച്ച് ഫ്രൈ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അല്ലെങ്കിൽ ഈ ഒരു ലെവലിൽ എടുക്കാം നമുക്ക്. ഞാൻ ഉണ്ടാക്കിയതൊക്കെ കുറച്ച് ക്രിസ്പായിട്ട് തന്നെയാണ് ഫ്രൈ ചെയ്തിട്ടാണ് എടുത്തത്. അപ്പോൾ അങ്ങനെയും ചെയ്യാൻ, കുറച്ച് ഫ്രൈഡ് അല്ലാണ്ട് ഉള്ള രീതിയിലും എടുക്കാം. ഓക്കെ, അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക കേട്ടോ. എന്നിട്ട് കമന്റ്സിൽ എഴുതണേ. എല്ലാവർക്കും ദേവി കൃപ റെസിപ്പീസ് ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇപ്പോൾ ലാസ്റ്റത്തെ ട്രിപ്പായി. അത് ഞാൻ കുറച്ച് ഫ്രൈഡ് കുറച്ചെടുത്തു. അപ്പൊ അത് ഞാൻ ഈ പക്കട കൊണ്ടാട്ടോ എടുത്തത്, നിങ്ങളെ കാണിക്കാൻ വേണ്ടി ചെയ്തതാണ്. അപ്പോൾ വെളിച്ചെണ്ണ ഇങ്ങനെ ഒന്ന് തട്ടിക്കളഞ്ഞിട്ട് വേണം ഇടാൻ. ഇത് പെട്ടെന്ന് ചൂടാവും ഈ അയൺ കടായി ആയ കാരണം. അപ്പോൾ എല്ലാം 21 എണ്ണം കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇത്രയും ക്വാണ്ടിറ്റി ഉണ്ടാക്കിയപ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കാം. അപ്പൊ നമുക്ക് ഗസ്റ്റ് വരികയാണ് ആ സമയത്തും ആരെങ്കിലും ഗസ്റ്റായിട്ട് സംസാരിക്കാനുണ്ടെങ്കിൽ നമുക്കിത് ഉണ്ടാക്കാം. അപ്പൊ ഞാൻ എൻ്റെ എല്ലാം കഴിഞ്ഞു. ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തു. കണ്ടില്ല? ഓക്കെ, അപ്പൊ എൻ്റെ ഈ ചെറിയ കാസറോളില് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് വിചാരിക്കുന്നു കേട്ടോ. ഈ ഒരു ചെറിയ കാസറോളില് ഇത്രയും ഉണ്ട്. 21 എണ്ണം ഉണ്ട് കേട്ടോ. ഒരു കൊച്ച് സവാള വടാക്ക കണ്ടില്ലേ? അപ്പോൾ 21 എണ്ണം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ക്വാണ്ടിറ്റി ഏതാണ്ട് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പൊ എല്ലാവരും ഈ ചാനല് നിങ്ങൾക്ക് ഇത് ഉണ്ടാക്കി നോക്കി ഇഷ്ടപ്പെട്ടെങ്കിൽ ദേവി കൃപ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ചെയ്ത് ലൈക്ക് ചെയ്യണേ. അപ്പൊ അടുത്തൊരു റെസിപ്പിയായി വരുന്നവരെ ബായ്.